നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇത് കേരളമാണ്, ഇവിടെ മതേതരത്വം പൂത്തുലഞ്ഞിരിക്കുവാണ് എന്നൊക്കെ ഗീർവാണം വിടുന്ന ഇടത് വലത് കക്ഷികൾ അറിയാൻ ഒരു പുതിയ വാർത്ത. തീവ്രവാദ ഭീഷണി മുൻനിർത്തി കേരളത്തിലും അയോധ്യയിലും പത്താൻകോട്ടിലും ഈ വർഷം തന്നെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSG യൂണിറ്റുകൾ രൂപീകരിക്കും. അയോധ്യയിലെ യൂണിറ്റ് 2 മാസത്തിനകം ആരംഭിക്കും. കേരളത്തിലും പത്താൻകോട്ടിലും ഈ വർഷം അവസാനത്തോടെ NSG യൂണിറ്റുകൾക്ക് പ്രത്യേക ആയുധങ്ങളും ആന്റി ഡ്രോൺ സംവിധാനങ്ങളും ഉണ്ടാവും. അതാതിടങ്ങളിലെ പോലീസ് സംവിധാനത്തെയും മറ്റു സായുധ സേനാ യൂണിറ്റുകളെയും സഹായിക്കുകയും അടിയന്തര സാഹചര്യങ്ങളിലെ പ്രതികരണം വേഗത്തിലാക്കുകയുമാണ് NSG യൂണിറ്റുകൾ ആരംഭിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. ജനുവരി 22 പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യ ഭീകര സംഘടനകളുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണെന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് പെട്ടെന്നുള്ള നീക്കം. തീരുമാനത്തിന് അന്തിമ രൂപം നൽകുന്നതിനു മുമ്പ് ഈ പ്രശ്നങ്ങളിൽ നിരവധി തവണ യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. അതിർത്തി ജില്ലയായ പത്താൻകോട്ടും കേരളവും മതമൗലികവാദ ശക്തികളുടെ സങ്കേതമായി തീർന്നെന്നാണ് വിലയിരുത്തൽ. പാൻ ഇസ്ലാമിക് തീവ്രവാദ ഗ്രൂപ്പുകളുടെ ലോജിസ്റ്റിക് കേന്ദ്രമായി ഈ 2 പ്രദേശങ്ങളും മാറുന്നുവെന്നതിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യം കണക്കിലെടുത്താണ് പത്താൻകോട്ടിലും കേരളത്തിലും NSG ഹബ്ബുകൾ സ്ഥാപിക്കുന്നത്. ഈ 3 യൂണിറ്റുകൾ കൂടി സജ്ജമാകുന്നതോടെ രാജ്യത്താകെ NSG ഹബ്ബുകൾ 8 ആകും. നിലവിൽ മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, ചെന്നൈ, ഗാന്ധിനഗർ എന്നിവിടങ്ങളിലാണ് NSG മേഖലാ കേന്ദ്രങ്ങൾ ഉള്ളത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.